പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണെന്ന് കരുതുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 27-ാം തീയതിയാണ്. അങ്ങനെ ജൂലൈ മാസം ഏകദേശം തീരുകയാണ് അല്ലേ. 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ ജൂലൈ മാസം അവസാനിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ മാസം 27-ാം തീയതി പഠിക്കുന്ന വചനം, തിങ്കളാഴ്ചയാണ് ഇന്ന് കേട്ടോ. പഠിക്കുന്ന വചനം പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ഉം 19 വചനങ്ങളാണ്. അത് ചേർത്ത് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. അപ്പം ഈ 18-ഉം 19 വചനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടെന്താ, നമ്മെ വിധിക്കുന്ന, നിഷ്പക്ഷമായി വിധിക്കുന്ന പിതാവിൻ്റെ മകനാണ്, മകളാണ്, സ്വർഗീയ പിതാവിൻ്റെ മകനാണ്, മകളാണെന്നുള്ള ബോധ്യം. അതുകൊണ്ട് സ്നേഹത്തിൽ നിന്നുള്ളവാകുന്ന ആ ഭയത്തോടെ നാം ജീവിക്കണം, ഈ ലോകത്ത് ജീവിക്കണം എന്നൊക്കെ നാം കണ്ടു. ഇന്ന് അതിൻ്റെ ബാക്കി 18-19 വചനങ്ങൾ. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് സെന്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 18 and 19. അതിങ്ങനെയാണ് പറയുന്നത്: പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച, നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, അല്ലെങ്കിൽ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം, ഞാൻ ആ വചനം പറയാം. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്? അത് വിലയ്ക്ക് വാങ്ങി. എന്ത് വിലയാണ് കൊടുത്തത് എന്ന് 19-ാമത്തെ വചനം പറയുന്നു. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള, കുഞ്ഞാടിൻ്റെ ഒരു രക്തത്തിന് ഒരു പ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ, ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. You know that you were ransomed from the futile ways inherited from your ancestors, not with perishable things like silver or gold, but with the precious blood of Christ, like that of a lamb without defect or blemish. നോക്കിയേ, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ കഴുകിയവനാണ് ക്രിസ്തു. അതുകൊണ്ട് പാപബോധത്തോടെ ചെയ്തു പോകുന്ന, അറിഞ്ഞും അറിയാതെയും നിരന്തരമായി നാം ചെയ്തു പോകുന്ന പാപത്തിൽ നിന്ന് നാം മാറി നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിലകൊള്ളുവാൻ, ദൈവത്തിൻ്റെ മുൻപാകെ വിശുദ്ധരായി ജീവിക്കുവാൻ നമ്മെ ദൈവം വിളിക്കുകയാണ്. ഈ പ്രഭാതം, ഈ ഒരാഴ്ച അങ്ങനെ ഒരു പ്രത്യേകിച്ചും നമുക്കറിയാം, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നൊരു കാര്യം, ഈ 31-ാം തീയതി മുതൽ ദാനിയേലച്ചൻ്റെ ഒരു മനോഹരമായ എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന ഒരു 40 ദിവസത്തെ ആ ഒരു പ്രോഗ്രാം, ആ ഒരു വചന പഠനം, നമുക്ക് നമ്മുടെ ഒരുക്കം, നമ്മുടെ ശാരീരികം, മാനസികമായ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, അത് വളരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. ആമേൻ.